ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഒരു ചരിത്രം പേർന്ന ഈ ഡാൻഡി കടപ്പുറത്തൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് ഓടി കളിക്കാനുള്ള ഒരു വിശാലമായ ഏരിയ ഇതുണ്ടോ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വണ്ടികൾ ഇറക്കാൻ പറ്റുന്ന കടൽത്തീരമുള്ളത് ഇതാ. ഈ ഡാൻഡി കടപ്പുറവും വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു കടൽത്തീരമാണ്. വളരെ ദൂരത്തേക്ക് ഒരേ ലെവലിൽ കിടക്കുന്ന കടൽത്തീരമാണ് ഈ ഡാൻഡി കടൽത്തീരം. അപ്പോഴത്തെ കടലിറങ്ങിപ്പോയിരിക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിൽ കടൽ ഇവിടം വരെ കയറി വരുന്നതാണ്. ഈ കാണുന്ന ഈ വെള്ളമണൽ കിടക്കുന്നിടം വരെ കടൽ കയറി വരുന്നതാണ്. അപ്പോൾ കുഞ്ഞി ഞാനിവിടെ ഈ കടലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കടൽ. ചെറിയ തിരകളേ ഉള്ളൂ. ഈ കടൽ കയറി ഈ ഭാഗം വരെ വരുന്നതാണ്. ഈ വെള്ള കളർ കാണുന്ന വെള്ളമണൽ കാണുന്ന ഭാഗം വരെ വരുന്നതാണ്. അപ്പോൾ കുഞ്ഞി ഞാനിവിടെ കടൽ തീരത്തൂടെ ഒന്ന് നടക്കുകയാണ്. അപ്പോൾ കടൽ തീരത്തിൻ്റെ ഒരു കാഴ്ച. അതേ സമയത്ത് തന്നെ കുഞ്ഞ് ഇവിടെ റെഡിയാണ് കേട്ടോ. തുള്ളിക്കളിച്ച് ഓടിക്കളിക്കാൻ റെഡിയായിട്ട് കുഞ്ഞ് നടക്കുകയാണ്. അവൾ പതിയെ എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടമാണ് അവൾക്ക് പ്രധാനം. അവിടെ ഒരു ഒട്ടകം കിടപ്പുണ്ട്. ഒട്ടകത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾക്കൊന്ന് പോകണം. വാ. സന്തോഷമാണ് കേട്ടോ. ചാടി ഓടി നടക്കുകയാണ്. ഇവിടെ നായ്ക്കളൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് മേഖലയായതുകൊണ്ട് ഇവിടെ നായ്ക്കളെ എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് സ്വതന്ത്രമായിട്ട് ഓടിക്കളിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഞങ്ങൾ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റിലാണ് കിടന്നുറങ്ങിയത്. കുഞ്ഞി കുഞ്ഞിന്ന് വിളിക്കും. കുഞ്ഞി കുഞ്ഞി ഈ കുറച്ചെല്ലാവരെയും വിളിച്ചു വരുത്തണ്ട കേട്ടോ. അവൾക്ക് സന്തോഷം. അവള് ഓടിക്കളിച്ച് തുള്ളിക്കളിച്ച് നടക്കുക. അതെ, നീ വിളിച്ചു വരുത്തിയത് കണ്ടോ വരുന്നത്. അവിടെ നിന്നേ കണ്ടോ. എല്ലാം ആവശ്യം ഉണ്ടായിരുന്നോ തുള്ളിക്കളിച്ചപ്പോൾ. നമ്മൾ ഡാൻഡിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഇങ്ങ് പോന്നു. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പോളിടെക്നിക്കാണിത്. ഇവിടെ പോളിടെക്നിക്കിൽ പഠിച്ചിറങ്ങിയാൽ അന്നേരം തന്നെ ഏതെങ്കിലും കമ്പനികളിൽ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊന്നുമല്ല, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയൽ സിറ്റി തന്നെയാണ്. അപ്പോൾ സൂറത്തിലേക്ക് പോയാൽ ഡയമണ്ട് സിറ്റിയാണ്. ഇന്ത്യയിലെ ഡയമണ്ട് സിറ്റിയിലേക്കാണ് ഇനി എൻ്റെ യാത്ര പോകുന്നത്. അപ്പോഴത്തെ നമ്മുടെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടുത്തെ. എത്ര മനോഹരമായിട്ടാണ് ഒരു പോളിടെക്നിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയത്. നല്ലൊരു ആർച്ച്. ഇത് 2013 നിർമ്മിച്ച ഒരു പോളിടെക്നിക്കാണ്. നമ്മുടെ എവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടിതോരണങ്ങൾ കൊണ്ട് വിവിധ പാർട്ടികളുടെയും ചെറിയ പാർട്ടികളുടെയും വലിയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും മുഴുവൻ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുക എന്ന് തന്നെ എനിക്ക് വേണ്ടി പറയാൻ. അത്രയ്ക്ക് വൃത്തികേടാക്കിയിടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. മറ്റൊരു സംസ്ഥാനത്തും അതുപോലെ കൊടിതോരണങ്ങൾ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇലക്ഷൻ വന്നാൽ പോലും അറിയുന്നത്, മഹാരാഷ്ട്രയിലും ഇലക്ഷൻ വന്നാൽ പോലും നമ്മൾ അറിയുന്നത് അവിടെ ഒരു ഫ്ലെക്സ്, ഒരു വഴിയുടെ ഒരു സൈഡിൽ ഒരു ഫ്ലെക്സ് കാണും. അത്രയേ കാണത്തുള്ളൂ. ഇത് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഈ റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ ഒരു പോളിടെക്നിക്കിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ സൂറത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ വഴിയെ ഇനി ഒരു 8.5 കിലോമീറ്റർ പോയിട്ട് എനിക്ക് ഹൈവേ പിടിക്കണം. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. ഇവിടെ 3 പേര് കിടന്ന് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അവർ ബഹളം വെച്ച് കടിയും പിടിയായിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് കുഞ്ഞിക്ക് ഇച്ചിരി പാല് കൊടുക്കണം. അവൾക്ക് പാല് കൊടുത്തിട്ട് വേണം ഇനി യാത്ര മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞാൻ പാല് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. തേണ്ട ഈ കടയിൽ നിന്നാണ് പാല് വാങ്ങിച്ചത്. ഇവിടുന്ന് പാലും വാങ്ങിച്ച് ഞാൻ ഒരു ചായയും കുടിച്ചു. അപ്പോൾ ഇനി കുഞ്ഞിക്ക് പാല് കൊടുത്തിട്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
നമ്മൾ സൂററ്റിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. രണ്ട് സൈഡും മരങ്ങളുമായിട്ടുള്ള ഒരു റോഡ്. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ കാണുന്നത് മുഴുവൻ കരിമ്പ് കൃഷിയാണ്. ഈ സൈഡും കരിമ്പ് കൃഷി, ഈ സൈഡും കരിമ്പ് കൃഷി. അതുപോലെ തന്നെ അതിനപ്പുറം മാന്തോപ്പുകളാണ്. ഇതുണ്ടോ, മാവ് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ടോ, നിറയെ മാന്തോപ്പുകളാണ് ഇവിടെ. ഇത് മാന്തോട്ടത്തിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. വലിയൊരു മാന്തോപ്പാണ് ഇതിൻ്റെ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ കരിമ്പ് കൃഷിയും മാവിൻ്റെ കൃഷിയും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തുണ്ട്, ഇവിടെയും കരിമ്പ് കൃഷി തന്നെ, ഇതിൻ്റെ ഉള്ളിലും മാന്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ രണ്ട് സൈഡും മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലാണ് കേട്ടോ. ഇത് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ തന്നെയാണ്. അപ്പോൾ ഈ നാഷണൽ ഹൈവേയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കൃഷിഭൂമികളിലൂടെ. ഈ കാടുകളൊന്നും ഇപ്പോൾ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് വെട്ടിത്തെളിച്ച് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, ആ ഒരു മാവ് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച. ആ മാവുകളെല്ലാം പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. സൂററ്റ്, അതായത് ഡയമണ്ടിൻ്റെ തലസ്ഥാനമായ സൂററ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡയമണ്ട് സിറ്റി എന്നാണ് സൂററ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ അതെ കുഞ്ഞ് പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നത് കേട്ടോ. പകുതി പാൽ കുടിച്ചു, പകുതി പാൽ കുടിക്കാതെ കിടക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുക. അഹങ്കാരി കടലിൽ കിടന്ന് തുള്ളിയിട്ട് വന്നതാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ ഗുജറാത്തിൻ്റെ സ്വന്തം ഗീർ പശുക്കളുടെ ഒരു കൂട്ടത്തെ കണ്ടോ. ഇതുണ്ടോ, അവരെല്ലാം തോട്ടിക്കിറങ്ങി നിൽക്കുകയാണ്. ഏതുണ്ടോ, അവരെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്ത് വന്നതാണ്. രണ്ടൊരുത്തൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അതോടൊപ്പം തന്നെ അതെ ഗീർ പശുക്കളുടെ ഒരു വലിയ കൂട്ടമാണ് ഈ വരുന്നത്. അവർ വെള്ളത്തിൽ കൂടെ എല്ലാം കുളിച്ച് കളിച്ച് പോവുകയാണ്. എല്ലാവരും നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇവരുടെയാണ് ഈ പശുക്കൾ. അവർ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ആ ഭായി കൈസാ പൂരാ ഗീറേനാ. ആ അപ്പോൾ കൂട്ടത്തോടെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ വന്ന് നിരന്ന് നിൽക്കുകയാണ്. ആ കാണുന്നത് മുഴുവൻ ഗീർ പശുക്കളാണ്. കുഞ്ഞി ഗീറുകളെ കണ്ടിട്ടാണ് ഒച്ച വെക്കുന്നത്. ഇവിടെ വേറെ ഒത്തി വന്നിട്ടുണ്ട്. രണ്ടിത് ഉണ്ടായിരിക്കും കുഞ്ഞി കിടന്ന് ഒച്ച വെക്കുക കേട്ടോ. ഗീറ് വന്നു കഴിഞ്ഞാൽ പശുക്കൾ വന്ന് അതിൻ്റെ അപ്പുറത്തൂടി ഒരു പട്ടി പോയിട്ടുണ്ട്. അതിനാണ് അവൾ കിടന്ന് ഒച്ച വെക്കുന്നത്. ഇതുണ്ടോ, ഗീർ പശുക്കളുടെ ആ ചെവി താന്ന് കിടക്കുന്നുണ്ടോ. ചെവി താന്ന് കിടക്കുന്നത് നല്ല നീളമുള്ള ചെവിയാണ്. ഒരടി വരെയൊക്കെ 1.5 അടിയൊക്കെ നീളമുള്ള ചെവി നമുക്ക് കാണാൻ പറ്റും. ആ പോകുന്നൊരു പശുവിന് ഏകദേശം 1.5 അടിയൊരു നീളമുള്ള ചെവിയാണ് കാണുന്നത്. അപ്പോൾ ഇതാ കുഞ്ഞി. അപ്പോൾ അവരാ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കുറേ പേര് ഇവിടെ നിൽപ്പുണ്ട്. പോത്തുകൂട്ടന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ ഗീർ പശുക്കളുടെ ഒരു വലിയ കൂട്ടം. അവരെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. പക്ഷെ അങ്ങോട്ട് ക്രോസ് ചെയ്യണത്തെ ആ ചാച്ചനെ കണ്ടോ. ആ ചാച്ച പറയണം അവരിങ്ങോട്ട് കയറുന്നതിൽ. അതുകൊണ്ട് ഒരുത്തി അതിനിടയിൽ ക്രോസ് ചെയ്ത് കയറി പോകുന്നുണ്ട്. തിരിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അവരിങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ തിരിച്ച് കയറ്റി വിടുവാണ്. കയറി പോകുന്നു. അപ്പോഴത്തെ സൂററ്റിൻ്റെ സിറ്റിയുടെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന യാത്രയിലാണ്. അപ്പോഴത്തെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ധാരാളം ഫ്ലാറ്റുകളുണ്ട്. കിലോമീറ്ററുകൾ ഫ്ലാറ്റുകൾ തന്നെയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ ധാരാളം ഫാക്ടറികളുള്ളതുകൊണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ തന്നെ ഷിപ്പ് യാർഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ഫ്ലാറ്റുകളാണ് ഇതെല്ലാം. അതായത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അത് ഇപ്പോഴല്ല, ഇവിടെ സമരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫാക്ടറി എവിടെ വേണമെങ്കിലും തുടങ്ങാമെന്നുള്ള രീതിയാണ് ഞാൻ കണ്ടത് മുഴുവൻ. അതുപോലെ തന്നെ ധാരാളം തോട്ടങ്ങളുണ്ട്. മാവിൻ തോട്ടങ്ങൾ, സപ്പോട്ട തോട്ടങ്ങൾ, കുക്കുംബർ, അങ്ങനെ എല്ലാത്തിൻ്റെയും തോട്ടങ്ങളുള്ളതുകൊണ്ട് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളുമുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ കണ്ടിടത്തോളം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ കൂടെ അവരെ ഒന്നും വഴിയിൽ കാണാൻ പോലുമില്ല. അവരൊക്കെ അതാത് ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മുടെ അവിടെ മുഴുവൻ വഴിയിലിരുന്ന കടകൾ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും നമ്മൾ ഷോപ്പുകളായിട്ടിട്ടിരിക്കുന്നത് മറ്റ് നമ്മുടെ സ്വന്തം കേരളത്തിലെ ആളുകളുടെയുമാണ്.
പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെയല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നേരെ തിരിച്ചാണ്. ഷോപ്പുകളായിട്ടിരുന്നതെല്ലാം അന്യ സംസ്ഥാനക്കാരുടെയും വഴിയിലുള്ള ചെറിയ ചെറിയ കടകൾ, അത് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന കടകളുണ്ട്, അതല്ലാതെ തന്നെ അവർ തന്നെ ചെയ്യുന്ന കടകളുണ്ട്. അതൊക്കെ വഴിയുടെ സൈഡിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിലാണ്, ഓരോ ജംഗ്ഷനുകളിലൊക്കെ മാത്രമാണ് കാണുന്നത്. ആ കടകളൊക്കെ പൊതുവായിട്ടും ഇവിടുത്തുകാർക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ കടകളിടാനുള്ള അനുവാദമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പെറ്റുപെരുകുന്ന പോലെ, അതായത് പന്നി പെറ്റുപെരുകുന്ന പോലെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ പെട്ടിക്കടകൾ തോന്നിയിടത്തെല്ലാം തട്ടുകടകളും എല്ലാം അന്യ സംസ്ഥാനക്കാരിടുന്നത്. അതൊക്കെ ഒന്ന് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ കടകളെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു റൂൾസ് അനുസരിച്ച് കടകൾ ചെയ്താൽ മറ്റുള്ളവർക്ക്, ഇപ്പോൾ ഹോട്ടൽ തൊഴിലാളികൾ തന്നെ, ഹോട്ടൽ ആളുകൾ തന്നെ ഈ തട്ടുകടയ്ക്കെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ സംയുക്തമായിട്ട് ഇറങ്ങി നമ്മുടെ ആളുകൾക്ക് ഒരു വരുമാന മാർഗം ആണ് പ്രധാനമായിട്ടും വേണ്ടത്. അല്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് ഒരുമാതിരി ഗൾഫ് ലൈഫ് പോലെ, ഗൾഫിൽ മറ്റുള്ളവർ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, പോകുന്നു. പക്ഷേ ഗൾഫിൽ അതിനനുസരിച്ചുള്ള ഒരു ആളുകളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ആളുകളുണ്ട്. അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ്. അത് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം അത് മൂടിക്കെട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ആ ട്രെൻഡൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മളതിന് മറ്റ് സംസ്ഥാനങ്ങളെ ഈ പച്ചക്കറി കൃഷിക്കോ മറ്റോ ഒക്കെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ കൂടി തുടങ്ങണം. അപ്പോൾ നമ്മൾ സൂറത്തിലെ ഡീക്കാത്തലോണിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടെൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇനി അങ്ങോട്ട് ചെല്ലുമ്പം തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ടൊരു ടെൻ്റ് എടുത്തു. അപ്പോൾ ഡീക്കാത്തലോണിൻ്റെ ഒരു ടെൻ്റ് ആദ്യമായിട്ട് നമ്മൾ എടുക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 കിലോ വെയിറ്റാണ്. ഇപ്പോൾ അത് എവിടെ സെറ്റ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. തൽക്കാലം എവിടെയെങ്കിലും കെട്ടിവെച്ച് പോവാം, അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഇതാണ് ഗുജറാത്തിലെ സൂററ്റിലെ ഒരു ബസ് സ്റ്റേഷനാണ്. ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ്, മറ്റൊന്നുമല്ല. ബസ്സുകൾ വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഡോറ് തുറക്കത്തുള്ളൂ. വിദേശങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു സെറ്റപ്പ്. അവിടുന്ന് ആ സൈഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നു. അതിനുശേഷം ഏത് ഗേറ്റിലാണോ, അവിടെ 2 ഗേറ്റുകളാണുള്ളത്, അത് 2 ഗേറ്റുകളാണുള്ളത്. 2 ഗേറ്റിൽ ഒരു ഗേറ്റ്, ഏത് ഗേറ്റിലാണോ ആ സ്റ്റേഷനിലോട്ടുള്ള ബസ് വരുന്നത്, ആ ബസ്സിലേക്ക് അതിൻ്റെ മെസ്സേജ് ചെല്ലും, ഇന്ന സ്ഥലത്ത് നിന്ന് ആൾ കയറാനുണ്ടെന്ന്. അപ്പോൾ ഡ്രൈവർ കൃത്യമായിട്ട് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോഴത്തേനും ആ ഡോറ് ഓപ്പൺ ആവും തനിയെ. എന്നിട്ട് നേരെ ബസ്സിലോട്ട് ആൾക്ക് കയറാൻ പറ്റുന്നതാണ്. അതൊരു ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ ഇത്രയും നഗരങ്ങളിൽ സഞ്ചരിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത്. അത് സൂററ്റിലാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊരു ബസ് വന്ന് നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആളുകൾ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തു. ബസ് പോയി, അത്രയേ ഉള്ളൂ. സൂററ്റിൻ്റെ ഔട്ടർ ഏരിയ ആണിത്. അപ്പോഴത്തേ ഇത് കണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങകലെ എൻ്റെ വിരലിൻ്റെ തുമ്പിൻ്റെ അറ്റത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് കണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സൂററ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഔട്ടർ ഏരിയ ആണ്, അതുകൊണ്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്ന സമയമാണ്. സൈഡിലെല്ലാം റോഡിൻ്റെ പണികൾ നടക്കുകയാണ്. ഇതൊക്കെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഹൈവേകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ വലിയ ഹൈവേകളാണ്. ആ ഹൈവേയിലോട്ട് വേണം കയറാൻ. അത് എയർപോർട്ടിലോട്ട് പോകുന്ന ഹൈവേ ആണ്. അതുകൊണ്ട് ആ ഹൈവേയിലൂടെ ഇനി ഞാൻ ലെഫ്റ്റ് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ കിടക്കാനുള്ള സൗകര്യം തപ്പണം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് സൂററ്റിലെ ഹൈവേ. പൊടിപടലങ്ങളാണ് മൊത്തം പൊടിപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എല്ലായിടത്തും റോഡ് പണിയും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. ചെറിയ റോഡുകളെല്ലാം വലുതാക്കുന്ന പണികളിലാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ റേഡിയോ ടവർ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൂടെയാണ് നമ്മളിങ്ങ് പോകുന്നത്. അപ്പോഴത്തെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത്. എന്താ രസം എന്ന് നോക്കിയേ. രാവിലെ നമ്മൾ ഉദയവും കണ്ട്, ഇപ്പോൾ അസ്തമയവും കണ്ട്, ഡാണ്ടിയിൽ നിന്ന് ഉദയം കണ്ട് സൂററ്റിൽ അസ്തമയം കണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോൾ സൂററ്റിൽ നിന്നും എല്ലാവർക്കും
നന്ദി പറയുകയാണ്. സൂററ്റ് വരെ എത്തിച്ചേരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. പിന്നെ എന്നെ സഹായിക്കുന്ന ഒരുപാട് പേര്, ഗുജറാത്തിൽ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നന്ദി. കുഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാ. കുഞ്ഞിക്ക് ഇന്ന് ഫുഡൊക്കെ പുതിയത് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് മൊത്തം കഴിച്ച് ഒരു പാക്കറ്റ് പാലും കുടിച്ച് അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവൾ കിടക്കുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. ഇനി സൂററ്റിൽ 2 ദിവസം കൊണ്ട് കറങ്ങി തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാന സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് നമ്മളിവിടെ നിന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ആ യാത്രകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് സൂററ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. ജയ് ഹിന്ദ്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ടെൻ്റാണ് കേട്ടോ. പുതിയ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കുറേ സംഭവങ്ങളുണ്ട് ടെൻറ്റിന്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഡബിൾ ലെയർ ടെൻ്റാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ അതിൻ്റെ ക്ലിപ്പടിക്കാനുള്ള സാധനങ്ങളാണ്. ഇവിടെ ഇങ്ങനെ അടിച്ച് കമ്പി അടിച്ച് കാറ്റ് പിടിക്കാതിരിക്കാനുള്ള സെറ്റപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെയാണ്. അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാം അടിപൊളിയായി കിടക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെയുണ്ട്. കുഞ്ഞിതേ ടെൻറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. അവൾ ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറിട്ടേ ഉറക്കം പിടിച്ച്. ഇനിയിപ്പം കുഞ്ഞി ഉറക്കം പിടിച്ചു കേട്ടോ. ടെൻറ്റ് വലിയ ടെൻറ്റാണ്, 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന വലിയ ടെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വിൻഡോ ഒക്കെയാണ് ഈ കാണുന്നത്. ഈ സൈഡിലൊക്കെ നമുക്ക് വിൻഡോസ് ഉണ്ട്. ചൂടുകാലത്ത് നമുക്ക് സെറ്റായിട്ട് കിടക്കാൻ വേണ്ടി വിൻഡോസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് തൂക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ടുള്ള ടെൻറ്റാണ്. ഡീക്കാത്തോളനിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ടെൻറ്റിലോട്ട് താമസം മാറുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. എന്നെ സഹായിച്ച കുറേ ആളുകളുണ്ട് ഈ ടെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി. അവർക്കെല്ലാം നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പുതിയ വീട്ടിലോട്ട് താമസം മാറുവാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ഈ ഷോട്ട് വരുമ്പോഴത്തേനും കുറേ ദിവസം എടുക്കും, എന്നാലും സാരമില്ല.